കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. കൈകൾ കൂപ്പി നമുക്ക് ദിവ്യകാരുണ്യ ഈശോയെ വരവേൽക്കാം. രണ്ടാം ചൊവ്വാഴ്ചത്തെ ഏകദിന ഉപവാസ ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദിവ്യകാരുണ്യ ഈശോയെ വരവേൽക്കാം. യോഹന്നാൻ 10:10 പറയുന്നു, ഞാൻ വരുന്നു നിങ്ങൾക്ക് ജീവൻ നൽകാൻ. ഇതാ ഈശോ സർവമഹത്വ പ്രതാപത്തോടുകൂടി എഴുന്നള്ളുകയാണ്. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവേ ആരാധന. വിശ്വാസത്തോടെ പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും ഒന്ന് ചേർന്ന് ഏറ്റുചൊല്ലാം.
അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ മക്കളെയും സ്നേഹത്തോടെ പാടാം. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളും പ്രാർത്ഥിക്കുന്നു. സ്പർശിക്കണമേ. ചേർന്ന് പാടാം. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ ഏകനിയോഗവും ഏറ്റച്ചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കഴിയണമേ. ആമേൻ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ ആരാധന. പരിശുദ്ധമ്മയുടെ കരുണയുള്ള ഹൃദയത്തിൽ ഞങ്ങളെ സമർപ്പിക്കുമ്പോൾ ദൈവപിതാവിന്റെ സമർപ്പണ എല്ലാ കാര്യങ്ങളും സാധിച്ചു തരണമേ. യേശുവേ ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ.
യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ലോകമാസകലമേ ശുശ്രൂഷയിലായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ സ്തോത്രം. നമ്മുടെ പ്രാർത്ഥന കൈകൾ വെച്ചുകൊണ്ട് കർത്താവിന്റെ ശക്തി അവരിലേക്ക് ആവശ്യിക്കാൻ വേണ്ടി എത്രയും ശ്വാസകോശങ്ങൾ യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കോവിഡ് രോഗികളെ അന്ന് വിശുദ്ധമായ ആണിപ്പെടുത്താണെന്ന് പറഞ്ഞു കേട്ടാൽ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ധ്യാനം മരിയൻ ഉടമ്പടി തിരുവചന ആരാധനയും വചനപ്രഘോഷണവുമാണ്. അത് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പോയിട്ടുള്ളവരെ, അവരുടെ ഉടമ്പടിയോടുള്ള അവരുടെ വിശ്വസ്തത അത് നിലനിർത്തുന്നതിനാവശ്യമായ ദൈവികമായ കാരണങ്ങൾ, വിശ്വസ്തയുടെ വചന പശ്ചാത്തലങ്ങൾ, വിശ്വസ്തയുടെ യേശു മാതൃക, വിശ്വസ്തയുടെ മരിയം മാതൃക. എപ്പോഴും മരിയൻ ഉടമ്പടി ധ്യാനത്തിലും മരിയം മാതൃകയാണ് പ്രാധാന്യത്തിൽ പറയണത്. കാരണം അഭിവന്ദ്യ പിതാവ് ജെയിംസ് ആനവറമ്പൽ തിരുമേനി കഴിഞ്ഞ ദിവസം ആദ്യ ചൊവ്വാഴ്ച ഇവിടെ കുർബാന അർപ്പിച്ചപ്പോൾ പറഞ്ഞത് ഇതൊരു വിശേഷ മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ്. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ വരുന്ന എല്ലാ ദേവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട, അത് വെറുതെ പ്രത്യക്ഷപ്പെട്ടതല്ല, സമയഘടികാരം നെഞ്ചിൽ കാണിച്ചുകൊണ്ടാണ് പ്രത്യക്ഷപ്പെട്ടത്. സമയം ഇവിടെ ആരാധനയുടെ പ്രധാനപ്പെട്ട വിഷയമാണ്. അന്നു മുതലാണ് ഉടമ്പടി അമ്മ തന്നത് 2015 അതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് പ്രത്യക്ഷീകരണമാണ്. മറിയത്തിൻ്റെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനാ തലങ്ങളെ, അതിലേറ്റവും വലിയ പ്രാർത്ഥനയാണ് നമുക്ക് ലഭിച്ച ഉടമ്പടി പ്രാർത്ഥന എന്ന് പറയുന്നത്. ഉടമ്പടി പ്രാർത്ഥന ഈ ആഴ്ചയിൽ, ഓരോ ആഴ്ചയിലും, മാസമല്ല, ഒരു മാസം ചിലപ്പോൾ 5000 പേര് വരെ ഉടമ്പടി എടുക്കും. ലോകത്തിലുള്ള വ്യത്യസ്തമായ ഇടങ്ങളിൽ മലയാളികളും അല്ലാത്തവരുമായി വന്ന് ഇന്ന് ആശ്രയിക്കുന്ന മനുഷ്യൻ, ഈ ഭയങ്കരമായ സങ്കടകാലത്ത് ആശ്രയിക്കുന്ന ഒരു ഇടമാണിത്. ഇന്ന് നമ്മൾ ഈ സാക്ഷ്യം കേട്ടാൽ നിങ്ങൾ തീർച്ചയായും ഒരു വിശ്വാസിയായി മാറും.
കാര്യം അത് അവിശ്വാസികളെ ടാർഗറ്റ് ചെയ്യുന്നതിൻ്റെ സാക്ഷ്യമാണ്. അതെന്താ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഡോക്ടർ അവരോട് പറഞ്ഞു, ഇനി ഈ ജന്മത്ത് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കിട്ടത്തില്ല, ഈ ജന്മത്ത്. അതവർ ഇന്നത്തെ സാക്ഷ്യത്തെ പറയുന്നുണ്ട് അവർ. അപ്പോൾ അവർക്കത് തീർച്ചയായിട്ടും ഒരു കുഞ്ഞ് വേണമെന്നുള്ള ആഗ്രഹം പൂർണ്ണമായിട്ടും മനുഷ്യൻ്റെ ശാസ്ത്രമാർഗങ്ങൾ പൂർണ്ണമായി ആ വാതിൽ, ആ പ്രത്യാശയുടെ വാതിൽ അടച്ചിരിക്കുക. ആ പ്രത്യാശയുടെ വാതിൽ അടച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ മനുഷ്യൻ ശാസ്ത്രത്തിൻ്റെ വാതിലടച്ചാൽ, അപ്പോൾ അതോടുകൂടി അടഞ്ഞു പോണവരുണ്ട് ജീവിതത്തിൽ. ശാസ്ത്രത്തിൻ്റെ വാതിലടച്ചാൽ അതോടുകൂടി വാതിൽ അടഞ്ഞു പോണവരുണ്ട്. പക്ഷേ വിശ്വാസിയുടെ വാതിൽ ഒരിക്കലും അടക്കപ്പെടത്തില്ല. ഈ സ്ത്രീയുടെ അമ്മ അവരോട് പറയും, ഏതായാലും നീ ഒന്ന് കൃപാസനത്തിൽ ചെല്ല്, അവിടം വരെയെങ്കിലും ഒന്ന് ചെല്ല് എന്നാ പറയണത്. എന്താ കാര്യം? അവിടെ അമ്മ അടഞ്ഞുപോയ വാതിലുകളെ അനേകായിരങ്ങൾക്ക് തുറക്കുന്ന സാക്ഷ്യങ്ങൾ നമുക്ക് ഒരു മുട്ടിപ്പില്ലാതെ ഇങ്ങനെ. കാര്യം എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ കോവിഡുണ്ട്, പക്ഷെ സാക്ഷ്യത്തിൻ്റെ വാതിൽ ഒരിക്കലും അടച്ചിട്ടില്ല. ഞങ്ങൾക്കൊരു 100-200 സാക്ഷ്യങ്ങൾ ഇപ്പോഴും നമ്മൾക്കത് പോസ്റ്റ് ചെയ്യാനുണ്ട്. 200 സാക്ഷ്യങ്ങൾ, അത് എ ഗ്രേഡ് സാക്ഷ്യങ്ങളാണ്. ആയിരക്കണക്കിന് സാക്ഷ്യങ്ങൾ കിട്ടിയാലും അതിൽ ഒരു ക്വാളിറ്റി ആയിട്ടുള്ള സാക്ഷ്യങ്ങളാണ് ഏതെങ്കിലും കാര്യങ്ങൾ, ഉടമ്പടിയുടെ വിശ്വസ്തതയോ അല്ലെങ്കിൽ ഉടമ്പടിയുടെ സമയത്തിലുള്ള ഇടപെടലോ ഒക്കെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ സഹോദരിയുടെ ഇന്ന് നമ്മൾ ഈ ദിവസങ്ങളിൽ ഇട്ടിരിക്കുന്ന സാക്ഷ്യങ്ങൾ, അതായത് ഈ ഒറ്റ സാക്ഷ്യം മതി നിങ്ങൾ വിശ്വസിക്കാൻ. അതാണ് ഹെഡിങ്, അതാണ് ഈ ഒറ്റ സാക്ഷ്യം മതി നിങ്ങൾ വിശ്വസിക്കാൻ. എന്താണ് സാക്ഷ്യത്തിൻ്റെ പേര്? ആ സാക്ഷ്യത്തിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ 13 വർഷമായിട്ട് അവർക്ക് മക്കളില്ല. അതാണ്. അപ്പോൾ അവർ പറയണത് കേരളത്തിലുള്ള മുഴുവൻ ആശുപത്രികളിലെ ഞാൻ പോയതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഭാവാത്മകമായ അലങ്കാരികമായ പറച്ചിലാണ്. അതായത് മാക്സിമം അവർ പോയെന്നതിൻ്റെ അർത്ഥം. പക്ഷേ എന്ത് പറ്റി? അവസാനം അവരെ ചികിത്സ ഡോക്ടർ പറയും, നിങ്ങൾക്ക് യാതൊരു സാധ്യതയുമില്ല ഒരു കുഞ്ഞിനെ കിട്ടാൻ എന്ന് പറയുമ്പോൾ ശാസ്ത്രം അതിൻ്റെ വാതിൽ, അതായത് ശാസ്ത്രത്തിന് ഇപ്പോൾ വരെയുള്ള അറിവ് ഇവിടെ വച്ച് തീരുകയാണ്. പക്ഷേ അപ്പോഴും ഒരു വാതിൽ തുറക്കണത് ആരാണ്? ഒരു വിശ്വാസിയാണ് വാതിൽ തുറക്കണത്. ആര്? അമ്മ. അമ്മ എന്താ പറയണത് ഈ മകളോട്? നീ ഇനി കൃപാസനം വരെയെങ്കിലും ഒന്ന് പോവുക. കാര്യം അവളത് മടുത്തേ. ഈ വൈകിപ്പോകുന്നവർ മടുത്തു പോകും. വൈകിപ്പോകുന്നവരുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. എന്തെങ്കിലും വിഷയം വൈകിയാൽ പിന്നെ നമുക്ക് ഉണ്ടാകണത് എന്താണ്? മടുപ്പാണ്, അല്ലേ? ഇപ്പോൾ പല ആശുപത്രികളിൽ പോയി, ഇനി എല്ലായിടത്തും പോയി, ഇനി എവിടെ പോകാനാണെന്ന് പറഞ്ഞാൽ മടുപ്പാണ്. വൈകിപ്പോയാൽ മടുപ്പുണ്ടാകും. അതുപോലെ തന്നെ ചിലപ്പോഴും നേരത്തെ ആയാൽ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് സ്വീകരിക്കാനുള്ള റിസെപ്റ്റിവിറ്റിയും ഉണ്ടാകത്തില്ല. ഇങ്ങനെ സമയത്തിന് 2 കാര്യങ്ങൾ സംഭവിക്കും. എന്താണ്? ചിലപ്പോൾ വൈകിപ്പോവും, ചിലപ്പോൾ നേരത്തെ ആകും. ഇപ്പം സമയം വൈകിപ്പോയാലും ആ സമയത്ത് സംഭവിക്കുന്ന വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരണതാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അമ്മയോടൊപ്പം ഞങ്ങൾക്ക് ജയിക്കാൻ കൃപ നൽകണമേ.
പ്രിയമുള്ളവരെ, എല്ലാവരും എഴുന്നേൽക്കുക. ഓൺലൈനിലുള്ള എല്ലാ സഹോദരങ്ങളും എഴുന്നേൽക്കുക. നമ്മൾ കർത്താവിൻ്റെ ജീവിക്കുന്ന ദിവ്യകുർബാനയുടെ സാന്നിധ്യത്തിൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ജീവിത ദുരിതങ്ങൾക്ക് രോഗസൗഖ്യങ്ങൾക്കും വേണ്ടി ജീവിത ദുരിതങ്ങൾക്കെതിരെ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. അച്ഛൻ പ്രാർത്ഥിക്കുന്ന ഓരോ സമയവും നിങ്ങളെ കർത്താവ് സ്പർശിക്കും. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിനാ ഉദ്ദേശിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അച്ഛന് വചനം കിട്ടണം, പ്രാർത്ഥിക്കുമ്പോൾ വചനം കിട്ടണം. കർത്താവ് രോഗസൗഖ്യത്തിൻ്റെ മേഖലകളെ എനിക്ക് കാണിച്ചു തരണം. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് സാന്ത്വനം ഉണ്ടാകണം, സമാശ്വാസം ഉണ്ടാകണം. കർത്താവ് എല്ലാവരെയും ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുകയാണ്. ഈശോ, പലതരത്തിലുള്ള നെഞ്ചലച്ചിൽ അനുഭവിക്കുന്നവരെ ഇപ്പോഴും ധ്യാനം കൂടുന്നുണ്ട്. ഈശോ, നെഞ്ചലച്ചിലെ കർത്താവ് നെഞ്ച് വിങ്ങുന്നവരെ, അവിടെ മുമ്പിൽ ഒരു സമാധാനം ഇല്ലാതെ ഇരിക്കുന്നവരെ, അവരെ നീ ഇപ്പോഴും ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യത്തെ നീ പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, എല്ലാ മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, 36 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയെ നീ അനുസ്മരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, 1986 മുതൽ തുടങ്ങിയ കൗൺസിലിങ്ങിലൂടെ കർത്താവ് നിന്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് വളർന്നിട്ടുള്ള ജനങ്ങളെ നീ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എല്ലാം ഓർത്തുകൊണ്ട് കർത്താവ് ഇപ്പോൾ ഈ ആരാധന കൂടുന്നവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. അച്ഛൻ ഇപ്പോഴും ഞങ്ങളുടെ കാര്യം പറയണമേ, ഞങ്ങളുടെ സങ്കടങ്ങളെ ഇപ്പോഴും ഈശോയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കണമേ എന്ന് പറയാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ ഓൺലൈനിലുണ്ട്. അവരെ ഈശോ ഇപ്പോൾ ഏറ്റെടുക്കും, അവരുടെ സങ്കടങ്ങൾ ഏറ്റെടുക്കും. അവരെ ഞാൻ മനസ്സിൽ ഈശോ എനിക്ക് കാണിച്ചു തന്നതുകൊണ്ടാണ് ഞാൻ ആദ്യമേ അവരെ ഓർക്കുന്നത്. കർത്താവേ, അവരെല്ലാം നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ സങ്കടങ്ങളെ കർത്താവ് നീ അനുസ്മരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, ഇപ്പോഴും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുള്ളവരുടെ മുതുകിൽ കർത്താവെ നീ സ്പർശിക്കണമേ. കർത്താവേ, ശ്വാസകോശമായ രോഗങ്ങളുള്ളവരുടെ മുതുകിൽ കർത്താവെ നീ സ്പർശിക്കണമേ. കർത്താവേ, ശ്വാസകോശമായ രോഗങ്ങളുള്ളവരുടെ മുതുകിൽ നീ സ്പർശിക്കണേ. കർത്താവേ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ചിന്റെ അടയാളത്തിൽ മാരക രോഗങ്ങളെ യേശു നാമത്തിൽ സൗഖ്യമാകട്ടെ. സൗഖ്യം
അവനെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇതാ ദിവ്യകാരുടെ ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോവുകയാണ്. ഉടമ്പടിയിൽ സമൃദ്ധ നിയോഗങ്ങളെല്ലാം ഈശോയുടെ സന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഇതാ ഈശോ നിങ്ങൾ ഓരോരുത്തരെയും ആശീർവദിക്കുകയാണ്. നിങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങളുടെ മേൽ കർത്താവിന്റെ കൃപ ചൊരിയപ്പെടുകയാണ്. ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവര്, ഉടമ്പടി പുതുക്കി പ്രാർത്ഥിക്കുന്നവര്, ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് പ്രാർത്ഥിക്കുന്നവര്, ഈ ശുശ്രൂഷ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് നിയോഗം അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരെ ഇതാ ദിവ്യകാരുണ്യത്തിന്റെ അഭിഷേകം ചൊരിയപ്പെടുകയാണ്. കർത്താവ് അവരെ സ്പർശിക്കുകയാണ്. മാരക രോഗികളെയും ദുരിതം അനുഭവിക്കുന്നവരെയും ഈശോ സ്പർശിക്കുകയാണ്. ഇന്ന് ദിവ്യകാരുണ്യ ആരാധനയില് ബഹുമാനപ്പെട്ട ജോസഫ് പ്രാർത്ഥിച്ച ഓരോ നിയോഗങ്ങളെയും ഹൃദയത്തിലേറ്റ് പ്രാർത്ഥിക്കുന്നവരെ കർത്താവ് ഇപ്പോൾ ദിവ്യകാരുണ്യത്താൽ സ്പർശിച്ച് സൗഖ്യപ്പെടുത്തുകയാണ്. ദൈവത്തിന്റെ ശക്തി അവരിലേക്ക് നിറയുകയാണ്. ദൈവത്തിന്റെ കൃപ അവരിലേക്ക് ചൊരിയപ്പെടുകയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളും അത് പിന്നീട് കണ്ട് പ്രാർത്ഥിക്കുന്നവരെയും കർത്താവ് സ്പർശിക്കുകയാണ്. ടെലിവിഷൻ ചാനലിലൂടെ ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുത്ത് കൃപാസന ദിവ്യകാരുണ്യ ആരാധനയിൽ ഏകദിന ഉപവാസനപ്പെടുന്ന ധ്യാനത്തിൽ പങ്കെടുക്കുന്നവരെ ഈശോ സ്പർശിക്കുകയാണ്. തിരുസഭയുടെ മേൽ കർത്താവിനെ കൃപ ചെയ്യുകയാണ്. കൃപാസന മുത്തശ്ശിയായ പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണം തിരുസഭ ഏറ്റെടുക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലോകത്തിന് നാനാഭാഗങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരെ ഈശോ ദിവ്യകാരുണ്യത്താൽ ആശീർവദിക്കുകയാണ്. അവിടെ രോഗങ്ങള്, ദുരിതങ്ങള്, കടങ്ങള്, ജീവിത വിഷയങ്ങള് ഈശോ സ്പർശിക്കുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി കർത്താവേ, സൗഖ്യത്തിന് നന്ദി കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നമ്മളെ ആശീർവദിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥന ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ